ഹെൽമെറ്റ് നിർബന്ധമാണ്. നമ്മൾ ഒരു ഡ്രൈവ് പോവുകയാണ്. നമ്മളപ്പോൾ ഒരു സ്ഥലം വരെ പോവുകയാണ്. എവിടെയാണെന്ന് അറിയില്ല. ആടെ എത്തിയിട്ട് പറയാം. ഹായ് guys, I see water. There's some water. Let's go. Let's go, mommy. ഇല്ല ഇല്ല കൂട്ടണ്ട. അച്ഛന് കൂട്ടുന്നില്ല, നോക്ക്. കൂട്ടണ്ട. അച്ഛന് കൂട്ടുന്നില്ലടാ. അച്ഛൻ പാവമൊന്നുമല്ല. പാവം പറയും, പാവം പറയാൻ എന്നോട്. പാവം പറയും, കൂട്ടണ്ട അച്ഛന്. പാവം പറയും. അച്ഛൻ കൂട്ടണ്ട. വേണ്ട കൂട്ടണ്ട. അച്ഛൻ പാവം പറയും, പറയാം. കൂട്ടണ്ട. പാവമൊന്നുമല്ല. കൂട്ടിയാ നമ്മൾ ഹെൽമെറ്റ് ഒക്കെ ഇട്ട് റെഡിയായി പോവുകയാണ്. ഹെൽമെറ്റ് ഇവിടെ നമ്മൾ മിലിറ്ററി ഏരിയൻ്റെ ആ ഗേറ്റ് കഴിയുന്നവരെ നിർബന്ധമുള്ളൂ. അതിന് പുറത്ത് നിർബന്ധമൊന്നുമില്ല. അതുകൊണ്ട് ചട്ടിത്തല പോലത്തെ ഒരു പൊട്ട ഹെൽമെറ്റാണ് ഞാൻ ഇട്ടത്. വേറെ വലിയൊരു ഹെൽമെറ്റ് ഉണ്ട്, അത് ഞാൻ ഇട്ടിട്ടില്ല. അപ്പം നമ്മൾ പോകുന്നത് പഞ്ചാരി ഹിൽസ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. നമ്മളിവിടെയും ഇറങ്ങിയത് എപ്പോഴായിരുന്നു? ഉച്ചയ്ക്ക് ശേഷം. നമ്മളെപ്പോഴും ഉച്ചയ്ക്ക് ശേഷം ഇറങ്ങിയ കാരണം സൺഡേ ആയതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ, രാവിലെ ലേറ്റായി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും, പിന്നെ ഉച്ചക്കത്തെ ലഞ്ച് ഏകദേശം 2 മണി 3 മണി ആ ടൈമിൽ കഴിക്കും. അതിന് ശേഷമാണ് ഇറങ്ങുക ഇവിടെ പോകുമ്പോൾ. അപ്പോൾ ഈ ട്രിപ്പ് അതേപോലെ തന്നെ 3 മണിക്ക് ശേഷമാണ് ഇറങ്ങിയത്. പിന്നെ അതുപോലെ നമ്മൾ വേറൊരു ഫാമിലിയും കൂടി ഉണ്ടായിരുന്നു. അപ്പം അവരും കൂടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സ്ഥലം എങ്ങോട്ടാണ് പോകുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ 1 മണിക്കൂറിനടുത്തുണ്ട് ട്രാവല്. ഒരു ഹിൽസ് ആണ്, പഞ്ചാരി ഹിൽസ് എന്ന് പറഞ്ഞ സ്ഥലമാണ്. അപ്പം എന്താ കാണാനുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരും പോയിട്ടില്ല, ഞാനും പോയിട്ടില്ല, വേറെ ആരും പോയിട്ടില്ല. അപ്പോൾ ഏതോ ഒരു അതായത് ഇവരുടെ കൂടെ വർക്ക് ചെയ്യുന്നവരൊക്കെ കഴിഞ്ഞ ആഴ്ച എങ്ങാനും പോയിട്ടുണ്ട് എന്ന് പറഞ്ഞ് അങ്ങനെ പോയതാണ്. അപ്പോൾ ഇവിടെ എന്തെന്നാ കാണാനുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർക്കും അറിയില്ല. ഇവരും എന്തൊക്കെയോ കേട്ട് എന്താ പറയുക, ചെറിയ ചെറിയ വാട്ടർഫോളുണ്ട്, പിന്നെന്താ പറയുക നല്ല സീനറിയാണ്. പോകുന്ന വഴിക്കൊക്കെ ഇങ്ങനെ സീനറി കണ്ടുപോവുക. ഇതിങ്ങനെ കുറേ പോയി സീനറി മാത്രമേ കാണാനുള്ളൂ. ഞാൻ പറഞ്ഞു ഇത് എവിടെയാണ് നിങ്ങൾ കൊണ്ടുപോകും, നിങ്ങൾക്കൊരു തേങ്ങയും അറിയില്ല, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഫുള്ള് കച്ചറയായിക്കൊണ്ടാണ് പോകുന്നത്. അപ്പം ഇങ്ങനെ ഇവിടെയൊക്കെ ഇതുപോലെ നല്ല സീനറിയാണ് ഫുള്ള് കാണാനുള്ള, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ്. കുറച്ചൊരു ബ്രേക്ക് എടുത്ത് നമ്മൾ ഫോട്ടോനെല്ലാം പോസ് ചെയ്ത് ഇതാണ് നമ്മൾ മറ്റേ ഫാമിലി. ഇവിടെ നിന്നിട്ട് കുറച്ചൊരു ബ്രേക്ക് എടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. കാരണം കുറച്ച് സമയമില്ലേ ട്രാവൽ ചെയ്യുന്നത്. അപ്പം എന്താണെന്നൊന്നും അറിയാണ്ട് ഇവിടെ നിന്നിട്ട് കുറച്ച് എന്താ പറയുക 2-3 ബിസ്ക്കറ്റെല്ലാം എടുത്ത് തന്നു പിള്ളേർക്കെല്ലാം. അപ്പം പിന്നെയും നമ്മളിതാ അവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു. പിന്നെയും ഇതേപോലെ സീനറിയും കണ്ടിട്ട് അപ്പോൾ എന്തെന്നാ കാണാനുള്ളതെന്ന് പിന്നെയും നമ്മളിങ്ങനെ ആകാംക്ഷയോടെ കാത്ത് നിൽക്കുക. ഇത് കുറേ സമയമല്ലോ ഇതിങ്ങനെ ട്രാവൽ ചെയ്യുന്നത്, 1/2 മണിക്കൂറോളമായി ഇതിങ്ങനെ പോന്നു. അപ്പം ഞാൻ പറഞ്ഞു ആടെ പോയിട്ട് ഒന്നും കാണാനില്ല എങ്കിൽ പിന്നെ നിങ്ങൾ ആരാ ഇത് പറഞ്ഞതെന്നെല്ലാം പറഞ്ഞിട്ട് ഫുള്ള് കുഴപ്പമായിരുന്നു, ഫുള്ള് വർത്താനേന് ഇങ്ങനെ അങ്ങത്തോളം. അപ്പോൾ ഓർമ്മ വിചാരിച്ചിട്ടുണ്ട് ഇവർക്ക് ഇനിയൊന്നും കാണിച്ചു കൊടുത്തിട്ടില്ല, ഇവളെന്നെ അടിച്ചു കൊന്നാണ് തിരിച്ച് വരുമ്പോഴേക്ക്. അപ്പം ഇങ്ങനെ ചെറിയ ചെറിയ വാട്ടർഫോളാണ് അവിടെ കാണുന്നത്. പോകുന്ന വഴിക്ക് ഓരോ ആൾക്കാരോട് ചോദിച്ചപ്പം ഓരോ ചെക്കന്മാർ പറഞ്ഞ് നമ്മളും എന്താ പറയുക വാട്ടർഫോളുണ്ട് എന്നൊക്കെ കേട്ടിട്ടൊക്കെയാണ് വന്നത്. ഇവിടെ പരതി ഇവിടെയും ഒരു വാട്ടർഫോൾ പോലും നമ്മൾ കണ്ടിട്ടില്ല. നമ്മൾ എന്നിട്ട് അവിടെ നിന്ന് ക്രിക്കറ്റും കളിച്ച് ഇങ്ങോട്ടേക്ക് വന്നതെന്ന് പറഞ്ഞ് കുറച്ച് ചെക്കന്മാർ. പിന്നെയും നമ്മളിതാ വണ്ടിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് വേറെ ഏട്ടൻ്റെ ബുള്ളറ്റാണ്, നമ്മളെ ബുള്ളറ്റല്ല. അപ്പോൾ ഈ ബുള്ളറ്റ് എടുത്തിട്ടാണ് നമ്മൾ ലോങ് ഡ്രൈവ് പോയത്. അപ്പോൾ ഇങ്ങനെ പിന്നെയും ഇതാ പോയിക്കൊണ്ടിരിക്കുകയാണ്, ലോങ് ഡ്രൈവ് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മൾ പിന്നെ കുട്ടികൾ ഉറങ്ങിപ്പോകുമ്പോഴുള്ള പ്രശ്നമേ ഉള്ളൂ, അല്ലാണ്ട് പ്രശ്നമൊന്നുമില്ല. ഇവിടെ വന്നിട്ട് നമ്മൾ സബർ ജെല്ലി വെക്കുന്നുണ്ടായിരുന്നു, സബർ ജെല്ലി വാങ്ങാൻ വേണ്ടി നിർത്തിയതാണ്. അപ്പോൾ അവിടെ കുറേ പാറക്കല്ലും ഇതൊക്കെ കണ്ട് ആടുന്ന് കുറച്ച് ഫോട്ടോ വീഡിയോ എല്ലാം എടുത്ത് ഇതുപോലെ. അപ്പം എന്നിട്ട് പിന്നെ ആദ്യം സ്റ്റാർട്ട് ചെയ്തത് നമ്മൾ പിന്നെയും പോവുക, ഇങ്ങനെ വണ്ടിയിൽ പോവുകയാണ്, ഇങ്ങനെ കാഴ്ചയും കണ്ട് പോവുകയാണ്. ഇനി എപ്പോഴാത്ത് എന്തെന്നാ കാണാനുള്ളത് ആ ഒരു ഈ ആങ്ഷ്യസ് മൈൻഡ് അവിടെയാണ് പോകുന്നത്. എന്താണ് ആക്ച്വലി അവിടെ ഉണ്ടാകുക, ഇതുപോലെ തന്നെ പോയി ഇതേപോലെ തന്നെയാണ് ഉണ്ടാകുക. ഇത്രയും ഡ്രൈവ് ചെയ്തിട്ട് നമുക്കൊന്നും കാണാൻ പറ്റൂലേ, ഇല്ല എന്തെന്നാ കാണാൻ ഉണ്ടാകുക എന്നുള്ള ആ ഒരു ആങ്ഷ്യസ്
മൈൻഡോട് കൂടിയാണ് നമ്മൾ പോകുന്നത്. പിന്നെയും ഇതേപോലെ പോയി എന്ന് പറഞ്ഞിട്ട് അവിടെ നിർത്തി പിള്ളേർക്ക് ബിസ്ക്കറ്റൊക്കെ കൊടുക്കുക. കാരണം പിള്ളേർ ഉറങ്ങിപ്പോയി കുറച്ച്. അപ്പോൾ ആ സവർ ജെല്ലിയെല്ലാം തിന്ന് ഇങ്ങനെ മുന്നോട്ട് പോകണമെന്നുള്ള രീതിയിൽ നിൽക്കുക. അപ്പോൾ കുറച്ച് മുന്നോട്ടും കൂടി പോയത് നമ്മൾ ഇതുപോലെ ഒരു ആപ്പിൾ തോട്ടം കണ്ട്. അത് ഒരു സാധാരണക്കാരൻ്റെ ആപ്പിൾ തോട്ടമാണ്. അപ്പോൾ അയാളോട് ചോദിച്ചത് ആപ്പിളാണോ, എങ്ങനെയാണ്, കാണാൻ പറ്റുമോ, തിന്നാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു വാന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ നമ്മൾ ഒരു ലോക്കൽകാരൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ അയാൾ വീട്ടിലേക്ക് ക്ഷണിച്ചു. അപ്പം നമ്മൾ താഴോട്ടേക്ക് ഇറങ്ങിപ്പോവുകയാണ് അവരെ വീട്ടിലേക്ക്. അപ്പം അയാൾ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. അയാൾ പറഞ്ഞു കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നല്ലൊരു മന്ദിരമുണ്ട്, അതായത് ടെമ്പിളുണ്ട്, ശങ്കരി ദേവി എന്നാറ്റം പറഞ്ഞിട്ട്. അപ്പം നമ്മളെ കൂടെ വന്ന ഫാമിലി പറഞ്ഞ് ഇനി നമ്മൾ വരുന്നില്ല മേലോട്ടേക്ക്, കാരണം അവർക്ക് മോളുണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ ബൈക്കിൽ ഇങ്ങനെ യാത്ര അത്ര സുഖമല്ലല്ലോ, ഇത്രയും ടൈം യാത്ര ചെയ്തുകൊണ്ട്. പിന്നെ ആർക്കും അറിയില്ല ഒന്നാമത് എന്തെന്നാണ് അവിടെ കാണാനുള്ളത്. അതാണ് മെയിൻ പ്രശ്നം. എന്തെങ്കിലും ഒരു നമുക്കൊരു ക്ലൂ ഹിൻ്റങ്ങ് കിട്ടിക്കഴിഞ്ഞാൽ ആ ഇന്ന സ്ഥലത്ത് നമുക്കത് കാണാൻ പറ്റും എന്നുള്ള രീതിയിലല്ലേ നമുക്ക് പോകാൻ പറ്റും. എന്നിട്ട് നമ്മൾ അപ്പോൾ അവർ അവിടെ നിന്ന് റിട്ടേൺ പോകാമെന്നുള്ള രീതിയിലായി. അപ്പം നമ്മൾ വിചാരിച്ചു എന്തായാലും ഇവിടെ വരെ വന്നല്ലേ, ആൾക്കാർ പറഞ്ഞ് കുറച്ചും കൂടി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നല്ല വ്യൂ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ പിന്നെ കുറച്ചുകൂടി ഇൻട്രസ്റ്റ് ആയി. പിന്നെ ഈ ആപ്പിൾ തോട്ടമൊക്കെ കണ്ട് അവരെ ലോക്കൽ ഫാമിലി, അതായത് അവിടുത്തെ ലോക്കലിൻ്റെ കാര്യങ്ങളൊക്കെ കേൾക്കാമെന്നൊക്കെ വിചാരിച്ചത്. ആപ്പിൾ കണ്ട ആപ്പിൾ കുറച്ചും കൂടി വലുതായി നല്ല ഇതിപ്പം ആയിട്ടേ ഉള്ളൂ. കുറച്ചും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല മധുരം ഉണ്ടാവുമെന്നാണ് പറഞ്ഞത്. അപ്പം കാശ്മീരിൽ നിന്ന് കേട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാതെ ആപ്പിൾ തോട്ടം ഉണ്ടാവും, കുറച്ച് ആപ്പിൾ കൊണ്ടുവരണേന്നൊക്കെ ഞാനിവിടെ വന്നപ്പോൾ എല്ലാവരും പറഞ്ഞത് കാശ്മീരിൽ നിന്ന് കുറച്ച് ആപ്പിൾ കൊണ്ടുവരണേന്നൊക്കെ. ഞാൻ പോലും കണ്ടിട്ടില്ല ആപ്പിൾ തോട്ടം എവിടെയാണ് ആപ്പിൾ, ആദ്യമായിട്ടാണ് ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. അപ്പം ഇതാണ് ഇവിടെയുള്ള ചെറിയ അയാൾ ആപ്പിൾ തോട്ടമാണ്. ശരിക്കുള്ള ആപ്പിൾ തോട്ടമൊന്നും ഞാൻ കണ്ടിട്ടില്ല, കാണാൻ പറ്റുമെന്ന് വിചാരിക്കുക. എന്നിട്ട് നമ്മളത് അവരെ വീട്ടിലേക്ക് പോവുകയാണ്. ഇതാണ് അവരെ വീടിൻ്റെ മേലെ, അതിൻ്റെ താഴെയോ ഇത് നമ്മളിപ്പോൾ നിൽക്കുന്നതിൻ്റെ താഴെ വീടാണ്. അതായത് നമ്മൾ ഫസ്റ്റ് ഫ്ലോർ സെക്കൻഡ് ഫ്ലോർ എന്നൊക്കെ പറയില്ലേ, അതുപോലെ താഴെ ഒരു വീടുണ്ട്. അതിൻ്റെ മേലെ ഈ മണ്ണൊക്കെ ഇട്ടിട്ട് നമ്മൾ ചവിട്ടി നടക്കുന്നത്. അപ്പോൾ അവർ എന്തൊക്കെയോ പറഞ്ഞ് നല്ല തണുപ്പുണ്ട് ആ വീട്ടിൽ. പിന്നെ എൻ്റെ ഇത് സൂമായിപ്പോയി വീഡിയോ എടുക്കുമ്പം, അതാണ് അയാളെ മുഖമൊന്നും കാണുന്നില്ല അയാൾ കഥ പറയുമ്പം. അയാൾ മരത്തിൻ്റെതൊക്കെയാണെന്നാണ് പറയുന്നത്. മേലെ ഫുള്ള് മരമാണ്, താഴെ എന്താ പറയുക, താഴെ നല്ല തണുപ്പുണ്ട്. നമ്മൾ ടൈൽസും മാർബിളൊക്കെ ഇടുന്നില്ലേ, അതുപോലെ അതിനേക്കാട്ട് എത്രയോ തണുപ്പാണ് താഴെ. എന്താണെന്ന് ചാണകറ്റാൻ തോന്നിട്ടത്. അപ്പം പഴയ പോലെ. അപ്പോൾ അയാളെ മക്കളെല്ലാം കൽക്കത്തയിൽ അവിടെ എവിടെയല്ലോ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അയാളിങ്ങനെ പറയുന്നതാണ് അതിനെ കുറിച്ചിട്ട്. അവർക്കൊന്നും അറിയില്ല, ഇപ്പോഴത്തെ കാലത്തുള്ളവർക്കൊന്നും ഇതിനെ പറ്റിയിട്ട് അറിയില്ല. പണ്ടത്തെ ഇതൊക്കെയാണ് നല്ലത്. എന്തായാലും നല്ല ചെറിയ വീടാണെങ്കിലും നല്ല ക്യൂട്ടായിട്ട്. ഇപ്പുറത്തെ ഒരു റൂമുണ്ട്, അവരെ മോൻ്റെയാണ്. അപ്പം പിള്ളേർ കയറി കട്ടുമെന്ന് ചവിട്ടിക്കോലാക്കുന്നു. അപ്പം ഞാൻ താഴെ ഇറങ്ങുമെന്ന് പറഞ്ഞാൽ അപ്പോൾ അയാൾ പറഞ്ഞാൽ അതൊന്നും സാരമില്ല, കുട്ടികളല്ലേ കളിച്ചോട്ട്. എന്നിട്ട് പിന്നെ ഇപ്പുറത്തെ ഒരു റൂമുണ്ട്, അത് ചെറിയ റൂമാണെങ്കിലും എന്താ പറയുക നല്ല വൃത്തിക്ക് സെറ്റ് ചെയ്തിന്. അപ്പം ഞാൻ പറഞ്ഞ ഇത്ര ചെറിയ റൂമാണ്, നല്ല ക്യൂട്ടായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ്. ചെറിയ റൂമാണ് കണ്ട, ചെറിയ റൂമിൽ അവർ എന്തൊക്കെയാ വെച്ചിന് നോക്കിയിട്ട്, ഇത്ര ചെറിയ റൂമിൽ. അപ്പോൾ ഇയാളെ വൈഫ് മരിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് മുന്നേ. പിന്നെ മോൻ കൽക്കത്തയിലാണ് വർക്ക് ചെയ്യുന്നത്. ഈ കുട്ടീൻ്റെ അമ്മയാണെന്ന് തോന്നുന്നു. കുട്ടിക്ക് അമ്മയില്ലാന്ന് തോന്നുന്നു, അങ്ങനെ എന്തോ ആണെന്ന് പറഞ്ഞ് എനിക്ക് മനസ്സിലായിട്ടില്ല സ്റ്റോറി. അപ്പം മിറായ അത് അടക്കേരി കുത്തിരുന്നിട്ട് ഓളെ സ്വന്തം വീട് പോലെയാണ് കുത്തിരുന്നത്. അപ്പം അയാൾ പറഞ്ഞു ഈ ഗുഡിയാ ഇവൾ നല്ല അടിപൊളിയാണല്ലോ എന്ന് ഇവിടെ കയറിയിരുന്നിട്ട്, അങ്ങനെ പരിചയമില്ലാത്ത പോലെയൊന്നും ഇല്ലല്ലോ എന്നെല്ലാം പറഞ്ഞിട്ട്. പശുവിനോടാലോ എന്ന് പറയുന്നു. നല്ല തണുപ്പുണ്ട് നിലം അല്ലേ, നല്ല തണുപ്പുണ്ട് നിലം, നല്ല
अरे दूध लाओ ना, दूध बैठ के दूध लाओ। അപ്പം ആദ്യമായിട്ട് ആപ്പിൾ തോട്ടമൊക്കെ കണ്ടല്ലേ ഞാൻ വെച്ചൊരു ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്താലോ എന്ന് വിചാരിച്ചിട്ട് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുപ്പിക്കുന്നതാണിത്. അങ്ങനെ നമ്മൾ അവിടുന്ന് ഇറങ്ങി. പിന്നെ ഇത് കണ്ട വ്യൂ കണ്ട നല്ല, നമ്മൾ അത്രയും മേലെയാണുള്ളത്. നമ്മൾ ആദ്യം അങ്ങനെ അമ്പലത്തിലേക്ക് പോയത്. ഞാൻ പറഞ്ഞു മതി അമ്പലത്തിലൊന്നും പോകണ്ട, ഇനി എന്തെന്നാ എനിക്ക് ഇനി അങ്ങോട്ട് പോകാനൊന്നും കഴിയില്ലെന്നൊക്കെ പറഞ്ഞ് നിന്നതാ. പിന്നെയാണ് മോനെ ഇനിയാണ് ശരിയായ സ്ഥലം കാണാൻ പോകുന്നത് ഉള്ളത് ഇപ്പം അല്ലേ മനസ്സിലായത്. പിന്നെ പോയി അപ്പം നമ്മൾ എന്താ പറയുക, ശരിക്കും നമ്മൾ യാത്ര ചെയ്യുമ്പം നമ്മളെ ലൈഫിലുണ്ടാകുന്ന പ്രോബ്ലംസും ഇല്ലെങ്കിൽ ശരിക്കും ഒരു യാത്ര എന്ന് പറയുന്നത് നമ്മളെ ഹീലിംഗ് പ്രോസസ്സ് തന്നെയാണ്. അത് ചെയ്താലേ മനസ്സിലാവുള്ളൂ. അപ്പോൾ പെട്ടെന്ന് ഇവിടെ ഒരു ആട് ചത്ത പോലെ എങ്ങാനും കണ്ടു. ഞാൻ വെച്ച് ഇതെന്താ ഒരു സംഭവം. അപ്പം ആടും ചത്തതല്ല, ആടിൻ്റെ ഇതൊക്കെ ഹെയറൊക്കെ കട്ട് ചെയ്ത് കൊടുക്കുന്ന അവർ. അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടി നിന്ന്. പിന്നെ മിലാനും അതൊക്കെ കാണാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണല്ലോ എന്തെങ്കിലും. അപ്പോൾ അതൊക്കെ കാണുകയാണ് രണ്ടാളും കൂടി. ശരിക്കും പറഞ്ഞാൽ കാശ്മീർ എന്ന് പറഞ്ഞാൽ ഒരുപാട് സ്ഥലമുണ്ട് നമ്മൾ കാണാത്തയും അറിയാത്തയും. നോക്കിയിട്ട് ഇത് ശരിക്കും ഒരു മൗണ്ടൻസ് ഹിൽസാണ് കാശ്മീർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഒരു ഹെവൻ തന്നെയാണ് കാശ്മീർ. കാരണം നമ്മൾ എത്രയോ ആൾക്കാർ പൈസ മുടക്കി ഇന്ത്യേൻ്റെ പുറത്ത് കറങ്ങാൻ പോകുന്നു. കാരണം സ്വിറ്റ്സർലാൻഡ് അതൊക്കെ കാണാൻ പോകുന്നു. അപ്പം എന്താ പറയുക, സ്വിറ്റ്സർലാൻഡ് പോലെ തന്നെ ഒരു ചെറിയൊരു മിനി സ്വിറ്റ്സർലാൻഡാണ് കാശ്മീർ. കാരണം അത്രയും നല്ല സീനിക് വ്യൂ. എനിക്ക് പറയാൻ അറിയില്ല എങ്ങനെയാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അത് എന്താ പറയുക, അങ്ങോട്ടേക്ക് കയറും തോറും നമുക്ക് ആ ഫീല് കിട്ടും. എന്ത് നല്ല രസമാണ് മോനെ പൊളി സ്ഥലം. ഞാൻ അത്ര വരെ മനുവേട്ടനോട് കുറ്റം പറഞ്ഞ് നടന്നു, നിങ്ങൾ ഏടിയാ കൊണ്ടുവന്ന് ഇത്ര സമയം വണ്ടിയിൽ എത്തിയിട്ടെന്നൊക്കെ പറഞ്ഞാൽ അതിന് ശേഷം എൻ്റെ വായി തുറന്നിട്ടില്ല. കാരണം ഇത്രയും ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു സ്ഥലം ഞാൻ എൻജോയ് ചെയ്യായിരുന്നു. കാരണം അത്രയും നല്ല എന്താ പറയുക, പറഞ്ഞറിയിക്കാൻ പറ്റില്ല ആ സന്തോഷം എന്ന് വെച്ചാൽ. അത് ഫീൽ ചെയ്യണം. നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ അത് ഫീൽ ചെയ്യാൻ പറ്റും. ശരിയാ, ഓരോ റീൽസൊക്കെ കാണുമ്പം അവർ പറയുന്ന പോലെ നമ്മൾ ഈ യാത്ര ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ ഒരു ഫീല് മനസ്സിലാവും. കാരണം ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ പുതിയ ആൾക്കാരുമായി ഇൻട്രാക്ട് ചെയ്യും, പുതിയ സ്ഥലം എക്സ്പ്ലോർ ചെയ്യും. ആ ഒരു മൈൻഡ് റിലാക്സ് ആവും നമ്മൾ. കാരണം നമ്മളിങ്ങനെ പോവല്ലേ, നമ്മൾ എന്താ പറയുക, നമ്മൾ ആ നേച്ചറിൻ്റെ ഭംഗി ആസ്വദിക്കുമ്പോണ്ടല്ലോ പറയേണ്ട ലെവൽ വേറെ അവനെ സന്തോഷം. പീസ് ഓഫ് മൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറെ തന്നെയാണ്. എന്നോ അതില്ല, ഇവിടുന്ന് നല്ല സൺസെറ്റ് കാണാൻ പറ്റും. സമയത്ത് 7 മണി അങ്ങനെയായിട്ടാണ് തോന്നുന്നു ആയത്. കാരണം 7:45 കഴിയും ഇവിടുന്ന്. അതായത് സൺസെറ്റ് ഉണ്ടാകുന്നത് 7:45 8 മണി ആ ഒരു ടൈമാണ്. കാണില്ലേ, പകല് പോലെ വെളിച്ചാണ്. പിന്നെ ഈ ഇവിടെയൊക്കെ ഉള്ള പുല്ലിൽ ജസ്റ്റ് നമ്മളിങ്ങനെ ഫോട്ടോയിൽ എടുക്കുമ്പോൾ ഇങ്ങനെ കുറേ പച്ചത്തുള്ള എന്ന് പറയുമ്പോൾ നമ്മളെ നാട്ടിൽ പച്ചക്കുതിരാന്ന് ചില ആൾക്കാർ അറിയും. ഫുള്ള് പച്ചത്തുള്ള, എന്താ പറയുക, എന്ത് രസമാണെന്നറിയോ കാണാൻ. അതും വെറൈറ്റി പച്ചത്തുള്ള. ഞാൻ ആദ്യമായിട്ട് അങ്ങനെ കാണുന്നു, വെറൈറ്റി പച്ചത്തുള്ളയാണ്. അപ്പോൾ ഇവിടുന്ന് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് എല്ലാം പോസ്റ്റ് ചെയ്യാമെന്നൊക്കെ വിചാരിച്ച് അങ്ങനെ നല്ല. പിന്നെ മുടി അയച്ചിടുന്നത് നിർബന്ധമാണ് ഫോട്ടോ ഇതിനും പോസ്റ്റ് ചെയ്യുന്ന സമയത്ത്. പിന്നെ പിള്ളേർക്ക് പിന്നെ ഏടിയായാലും കാടായാലും വീടായാലും കളിച്ചാൽ മതി. അത് കാണുന്നില്ലേ, എൻജോയ് ചെയ്യുന്നുണ്ട് പിള്ളേർ. അതുകൊണ്ട് വലിയ പ്രശ്നമില്ല. എവിടെയും കൊണ്ടുപോകുമ്പോൾ ഇങ്ങനെ കളിക്കുന്നതുകൊണ്ട് വലിയ പ്രശ്നമില്ല. ഓക്കെ,
ഓക്കെ, അപ്പം ഈ ഒരു വ്യൂ ഒക്കെ നമ്മൾ നല്ലോണം ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. കാരണം നമ്മൾ മൊമെൻറ്റ്സ് ക്യാപ്ചർ ചെയ്യാണ്. കാരണം നമ്മൾ ലൈഫിൽ എപ്പോഴാണ് എന്തെന്നാ സംഭവിക്കാമെന്ന് പറയാൻ പറ്റില്ല. കാരണം അറിയാലോ, അൺപ്രഡിക്റ്റബിളാണ്. അപ്പം നമ്മൾ ലിവ് ഇൻ ദ മൊമെൻ്റാണ്. അപ്പം നമ്മൾ ലൈഫ് എൻജോയ് ചെയ്യുക, നമ്മൾ ആസ്വദിച്ച് മുന്നോട്ട് പോവുക. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് ബുള്ളറ്റൊക്കെ കണ്ടാൽ ഞാൻ പറഞ്ഞു ജസ്റ്റ് ബുള്ളറ്റിലൊക്കെ ഇരിക്കുന്ന ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തതാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ബുള്ളറ്റിലൊക്കെ ഇരിക്കുന്ന ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത് ഓട്ടിക്കാനൊന്നും അറിയില്ല. ലൈസൻസൊക്കെ പണ്ടേ എടുത്ത് വെച്ചതാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേങ്കിൽ അത് ഒരിക്കൽ റൈഡ് ചെയ്യണം, ഒരിക്കൽ റൈഡ് ചെയ്ത് പോകണം എന്നാണ് ആഗ്രഹം. സാധിക്കും എന്ന് വിചാരിക്കാം. എന്തായാലും ഇങ്ങനെയൊക്കെ സാധിക്കുന്നുണ്ടല്ലോ. കാശ്മീർ കാണുമെന്ന് തന്നെ സ്വപ്നത്തിൽ വിചാരിച്ചിട്ടില്ല. അതിന് അടുത്ത ഇയാളെ വീഡിയോ ഇതും കുറേ ഇൻസ്ട്രക്ഷൻസൊക്കെ തരും, എങ്ങനെ എടുക്കണം അങ്ങനെ എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. എൻ്റെ വീഡിയോ ഒക്കെ നല്ലോണം എടുത്തു തരും. പക്ഷെ ഞാൻ എടുക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയ്ക്ക് ചെയ്തിട്ടൊക്കെയാണ്. അപ്പം എപ്പോഴും പറയും, സ്നേഹത്തോടെ എടുത്താൽ മാത്രമേ നല്ല വീഡിയോ കിട്ടുള്ളൂ, അങ്ങനെ ഇങ്ങനെ. എനിക്ക് ഞാൻ നല്ലത് എടുത്തു തരണം, നീ എനിക്കെല്ലാം പൊട്ടേ എടുത്തു തരിക എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ എടുത്തു കൊടുത്തിട്ടുണ്ട്. അറിയില്ല, എനിക്കിതൊക്കെ ഇൻസ്റ്റാഗ്രാമിലും മൂപ്പർക്കൊരു ചാനലുണ്ട്, അതിലിട്ട് പോസ്റ്റ് ചെയ്യാനാണ്, ഫിറ്റ്നസിൻ്റെ അതിട്ട് പോസ്റ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇത് അടുത്ത എനിക്ക് എടുത്തു തരുന്ന വീഡിയോ ആണ്. ഇതുപോലെയൊക്കെ എടുത്തു തരുന്നത്, ഞാൻ എത്ര വൃത്തിക്ക് എടുത്തു തരുന്നു, നീ എന്തെന്നാണ് എടുത്തു തരുന്നത് എന്നുള്ള രീതിയിലൊക്കെ. ഓക്കെ, ഇനി ഇതിപ്പം ഇവിടുന്ന് നമ്മൾ മുന്നോട്ടേക്ക് പോവുകയാണ് ആ ടെമ്പിളിലേക്ക്. അപ്പം അങ്ങോട്ട് നോക്കൂ, എന്ത് ഭംഗിയാണെന്നറിയാം. ഒരു ചിത്രം എങ്ങനെയാണ്, ഒരു ചിത്രം വരച്ച ആ ഒരു ഇതുപോലെ ഉണ്ട്. ആ നേച്ചറിൻ്റെ ആ സണ്ണതിൻ്റെ ഇടയ്ക്ക് മലേൻ്റെ ഇടയ്ക്ക് നല്ലൊരു ചിത്രം വരച്ച ഒരു പോലെ ഇല്ലേ. ഈ മൗണ്ടെയ്ൻസിൻ്റെ ഈ വ്യൂ കാണുമ്പം നിങ്ങൾക്ക് എത്രത്തോളം ഫീൽ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷേങ്കിൽ എന്താ പറയുക, ഒരു ശരിക്കും പറഞ്ഞാൽ നല്ലൊരു റിലാക്സേഷനാണ്, റിലാക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫീലാണ് എനിക്ക് കിട്ടിയത്. എൻ്റെ മൈൻഡൊക്കെ റിലാക്സ് ആയിട്ടുണ്ടായിരുന്നു. There is always an adventure waiting in the woods. That is true. Nature always. ടെമ്പിളിലേക്ക് കുറച്ച് സ്റ്റെപ്സ് കയറാനുണ്ടായിരുന്നു. ആ സ്റ്റെപ്സ് കയറിയതിന് ശേഷമുള്ള കിതപ്പാണ് നിങ്ങളാ കേട്ടത്. കതച്ചാണ് പിന്നെ ഞാൻ വോയിസ് ഇട്ടത്. അതുകൊണ്ട് അത് മാറ്റി ഞാൻ വോയിസ് ഓവർ ചെയ്തത്. ഇപ്പം ഇതാണ്, എന്നും സ്റ്റെപ്പുണ്ട് ടെമ്പിളിൻ്റെ അടുത്തേക്ക്, കുറച്ചേ ഉള്ളൂ ഇനി. കേരിവാട് നല്ല ഇങ്ങനെ ഇരിക്കാനുള്ള സീറ്റിങ്സൊക്കെ ഉണ്ട്. ഒരു മരത്തിൻ്റെ ചുവട്ടിൽ നല്ല രസമുണ്ട് കാണാൻ. പിന്നെ ഫുള്ള് ടെമ്പിൾ വ്യൂ എന്ന് പറഞ്ഞാൽ സൂപ്പറാണ്. എന്താ പറയുക, ഒരു ഫിലിമിൻ്റെ ലൊക്കേഷൻ പോലെയുണ്ട്. നല്ല മലേൻ്റെ മുകളിൽ ഒരു ടെമ്പിൾ, അതിന് ചുറ്റുമുള്ള സീനറി എന്ത് ഭംഗിയാണെന്നറിയോ കാണാൻ. ഒരു ദേവീൻ്റെ ടെമ്പിളാണ്. ഇവിടെ കുറച്ച് ആൾക്കാരെല്ലാം ഇവിടെ എത്തിയ പാടെ ഒരു കോമഡി ഉണ്ടായി. പ്രാർത്ഥിക്കുന്ന ഇടയ്ക്ക് പ്രാർത്ഥിച്ചെല്ലാം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഒരാൾ പറഞ്ഞു ഒരാൾക്ക് അപ്പിയിടണം മിറായ്ക്ക്. അങ്ങനെ ഓളെ കൊണ്ടുപോയി ടോയ്ലറ്റുള്ളതുകൊണ്ട് പ്രശ്നമില്ല, ടോയ്ലറ്റ് ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ മോനാണെങ്കിൽ പാമ്പേഴ്സ് ഇട്ട് കൊടുത്തിട്ട് പാമ്പേഴ്സിൽ ഓൻ അപ്പിയിടൂലെന്ന് പറഞ്ഞു. ഓനങ്ങനെ ഇടയിലില്ല പാമ്പേഴ്സിൽ. അപ്പോൾ അതാ ഓളെ കഴിഞ്ഞ പാടെ അടുത്താളും ഒന്നും പറയണ്ട. അങ്ങനെ ഒരു സംഭവം അവിടുന്ന് കഴിഞ്ഞ് അവിടെ എന്തോ ഭാഗ്യം, അവിടെ എത്തിയിട്ടായതുകൊണ്ട് ഭാഗ്യം, അല്ലെങ്കിൽ പോകുന്ന വഴിക്കാണെങ്കിൽ ഞാൻ ഏറെ കൊണ്ടുപോയി ആക്കുമായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് അങ്ങനെ അവിടെ ടോയ്ലറ്റ് ഉള്ളതുകൊണ്ട് രക്ഷപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ ഇറങ്ങുമ്പം നല്ല ഇരുടായി വരുന്നുണ്ട്. ഇറങ്ങുമ്പം ഒരു ജമ്മുവിലുള്ള പോലീസും രണ്ടാളും, അതായത് ഹസ്ബൻഡും വൈഫും പോലീസ് ഓഫീസേഴ്സ് അല്ല പോലീസാണ്.
അപ്പം അവരും ഉണ്ടായിരുന്നു. ഇപ്പം റിട്ടേൺ പോകുമ്പം അവരുടെ കൂടെയാണ് നമ്മൾ ഇറങ്ങിയത്. റിട്ടേൺ ഇതൊക്കെ കണ്ടിട്ട് കണ്ടില്ല, അടിപൊളി വ്യൂ ആണ്. അത്രയും സൂപ്പർ സ്ഥലം എന്ന് പറഞ്ഞാൽ എനിക്ക് പറയാൻ വാക്കുകളില്ല. അത്രയും സൂപ്പറാണ്, അത്രയും സൂപ്പർ സ്ഥലമാണ്. കട്ടാക്കിയാ അയ്യോ, ഫോൺ എന്തായി പോയി? അയ്യോ, ഫോണാക്കി ചേട്ടാ നീ വേഗം ലേറ്റ് ആയി. ഞാൻ നിന്നെ കാത്തു നിൽക്കുന്നില്ലേ ട്രെയിനിൽ. ഫോൺ വിളിക്കുന്നു ചേട്ടാ. ചേട്ടാ ഇവരാണ് ജമ്മുവിലെ ഹസ്ബൻഡും വൈഫും പോലീസാണെന്ന് പറഞ്ഞ് അവരെ ടെമ്പിളിൽ പോയിട്ട് നമ്മളോട് എന്തോ വഴി ചോദിക്കുക അങ്ങനെ ചെയ്തതെന്ന് തോന്നുന്നു. അപ്പം റിട്ടേൺ പോകുന്ന വഴിയാറ്റാന്ന് തോന്നുന്നു അവർ ചോദിച്ചു. അപ്പോൾ സെയിം റൂട്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ അങ്ങനെ നമ്മളിപ്പം അവരും ഉണ്ടായിരുന്നു. നമ്മൾ ചായ കുടിക്കാൻ കയറിയപ്പോൾ അവരും ഉണ്ടായിരുന്നു. ഓക്കെ, അങ്ങനെ നമ്മൾ ചായ കുടിക്കാൻ കയറി. അപ്പം ഞാൻ പറഞ്ഞു അവർ പോലീസ് ഓഫീസറാണ് ബാക്കിലുള്ളത്. അപ്പം നമ്മൾ ചായ കുടിക്കാൻ കയറി. ഇവിടുത്തെ സ്പെഷ്യലാണ് ഇതെന്ന് പറഞ്ഞു. അപ്പോൾ അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ചായയും. പിന്നെ നമ്മൾ ഇറങ്ങുമ്പോൾ തന്നെ 7:45 8 മണി കഴിഞ്ഞിരുന്നു. വീട്ടിലെത്താനാകുമ്പോൾ 9 9:30 ആയിരുന്നു. പീരീഡായി. അപ്പോൾ അടുത്ത വ്ളോഗ് കാണുന്നവരെ ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.